അടുത്തതായി ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുന്നത് റെയിൽവേ സീനിയർ ഡിവിഷൻ പേഴ്സണൽ ഓഫീസർ MP ലിബിൻ രാജ് IRPS. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉച്ചഭക്ഷണത്തിനായി വിശന്നിരിക്കുന്നവരോട് സംസാരിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു പാപകർമ്മം വലുതായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നാറ്. വിശന്നിരിക്കുന്നവരോട് അവരെ ഉപദേശിക്കുക എന്നത് അതിനേക്കാൾ വലിയ പാപവും കൊടും നരകത്തിലേക്ക് പോകാനുള്ള ഫ്രീ ടിക്കറ്റുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നത്, ഞാൻ മലയാള മനോരമ കുടുംബവുമായി ചെറുപ്പം തൊട്ടേയുള്ള ബന്ധം കൊണ്ടും ബാലജനസഖ്യം പ്രവർത്തകനായതുകൊണ്ടുമൊക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന 1800-2000 പേർക്ക് വെച്ച് കരുതി വെച്ചിരിക്കുന്ന, പ്രത്യേകിച്ചും ഈ പ്രാങ്കുകളുടെ ഈ ലോകത്ത് നിങ്ങൾക്കുള്ള ഒരു പ്രാങ്ക് ആയിരിക്കണം ഞാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം, എനിക്കൊന്ന് എൻ്റെ സിവിൽ സർവീസിന് മുമ്പുള്ള അക്കാഡമിക് ക്രെഡൻഷ്യൽസിനെ കുറിച്ചും എൻ്റെ ചരിത്രത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ലാത്ത ആരോ ആണ് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത്. 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സിന് 13 മാർക്ക് മേടിച്ച് ഭംഗിയായി തോറ്റ ഒരാളെയാണ് 10ാം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ മേടിക്കാൻ വേണ്ടി മേടിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് വിളിച്ചത് എന്നുള്ളത് എന്നെ നന്നായി ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാനെങ്ങനെ നിങ്ങളെ ഉപദേശിക്കും എന്നുള്ളതാണ് ഞാൻ ഇവിടെ വന്നു കയറിയ നിമിഷം തൊട്ടേ ആലോചിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ പ്രസംഗ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ എല്ലാ കാലത്തും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ആദ്യം പ്രസംഗിക്കാൻ അവസരം കിട്ടണമെന്നുള്ളതായിരുന്നു. അതിന് കാരണം, പ്രസംഗിക്കുന്ന ആദ്യത്തെ ആളുകൾ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം എടുക്കും. അപ്പം ആദ്യം ദേവൻ രാജേന്ദ്രൻ സാറ് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു 5-6 പോയിന്റ് പോയി. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് സംസാരിച്ച് ഏറ്റവും അവസാനം രാജേശ്വരി ടീച്ചർ, കാരണം രാജേശ്വരി ടീച്ചർ എന്നെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ചെറിയ കാലഘട്ടത്തിൽ. ഇപ്പം രാജേശ്വരി മാം സംസാരിച്ചതോടുകൂടി ഞാൻ പറയാൻ വെച്ചിരുന്ന തയ്യാറെടുത്തിരുന്ന എല്ലാ പോയിന്റും കയ്യിൽ നിന്ന് പോയി. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒന്ന് ലാംഗ്വേജ് പഠിക്കുക, ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക, മറ്റൊന്ന് ഹിന്ദി ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര പേർക്ക് ഇഷ്ടമുണ്ടായിരിക്കും? ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ? ഉണ്ട്. എനിക്ക് പിന്നീട് മനസ്സിലായത്, ഞാൻ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഇന്ത്യ മുഴുവൻ ചുറ്റിയപ്പോൾ പല നഗരങ്ങളിലും പോയിട്ടും ഇന്നേ വരെ മേം സംസാരിക്കുമ്പോൾ ഹും സംസാരിക്കുന്ന ഒരു ഹിന്ദിക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും നോട്ട് ഓൺലി ഉപയോഗിക്കുമ്പോൾ ബട്ട് ഓൾസോ ഉപയോഗിക്കുന്ന ഒരു ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊരു പക്ഷേ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കഠിനാധ്വാനമായിരിക്കും 10ാം ക്ലാസ്. കാരണം ഞാനും തണുത്ത വെള്ളത്തിൽ കാലിട്ട് ഈർക്കിലി കയ്യിൽ പിടിച്ച് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കാൻ ഒരാഗ്രഹവുമില്ലായിരുന്നിട്ടും എഴുന്നേറ്റ് പലതവണയും രാത്രി സ്വപ്നത്തിൽ പരീക്ഷ കഴിഞ്ഞു പോയി ലേറ്റായി കയറി ചെന്നുമൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന പല ദിവസങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, 12 വിഷയങ്ങൾ ഒരുമിച്ച് ഒരേപോലെ മാനേജ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ല. ഇനി ഇത് നേരെ 6 കുറയും, അത് കഴിഞ്ഞത് 3 കുറയും, അത് കഴിഞ്ഞ് 2 1 കുറയും. ഏറ്റവും അവസാനം നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പം ഒരു സബ്ജക്റ്റിനകത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റിലാണ് നിങ്ങളോട് നിൽക്കുന്നതെന്ന് ആരെങ്കിലും നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ജ്യോതി സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ അമ്മാവന്മാരോ അല്ലെങ്കിൽ അടുത്തുള്ള അയൽവകക്കാരോ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നിങ്ങൾ ഈ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് നിങ്ങൾ പാസ്സാവുന്നത്. ഇത് കഴിയുമ്പോൾ +2 പരീക്ഷ വരും. അപ്പോഴും നിങ്ങളുടെ അധ്യാപകരും രക്ഷിതാക്കളും എന്ത് പറയും? ഈ പരീക്ഷയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരീക്ഷ പാസ്സായാലേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഞാനും ഇതേപോലെ ഡിഗ്രിക്ക് ചെന്നപ്പം ഡിഗ്രി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അപ്പം എൻ്റെ കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞു, ഇവിടെ ആസ്വദിക്കലൊന്നും നടക്കില്ല, ഡിഗ്രി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അങ്ങനെ ഡിഗ്രിക്ക് റാങ്ക് മേടിച്ച് പഠിച്ചു കഴിഞ്ഞ് വീണ്ടും കോളേജിലെ പ്രിൻസിപ്പളെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ റാങ്ക് കൊണ്ടൊന്നും കാര്യമില്ല, അതിന് വേറെ പരീക്ഷ എഴുതണം. അങ്ങനെ പരീക്ഷ എഴുതി ബാങ്കിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം വീണ്ടും കോളേജ് പ്രിൻസിപ്പളെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ പരീക്ഷയ്ക്ക് എന്ത് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവണം. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി കഴിയുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പരീക്ഷകൾ അവസാനിക്കുന്നുവെന്ന്.
പരീക്ഷ കഴിഞ്ഞ് ട്രെയിനിങ്ങിന് വേണ്ടി അക്കാഡമി ചെല്ലുമ്പോൾ അവിടുത്തെ പ്രൊഫസർ പറയുകയാണ്, നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ ജയിച്ച് കാണും, പക്ഷെ ഇവിടെ ഒരു പോസ്റ്റിംഗ് എക്സാം ഉണ്ട്, അത് പാസ്സായാലേ നിങ്ങൾക്ക് പോസ്റ്റിംഗ് തരികയുള്ളൂ. സോ അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷകൾക്ക് അവസാനമല്ല. എന്നിരിക്കലും നിങ്ങളെ എനിക്ക് തോന്നുന്നു ഈ വിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും തോറ്റവരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ചെറിയ ക്ലാസ്സുകളിൽ വലിയൊരു മണ്ടനായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ബെഞ്ചിലിരുന്നാണ് ഞാൻ പഠിച്ചു വന്നത്. പിന്നീടാണ് ക്ലാസ്സിലെ 1-ാം ബെഞ്ചിലേക്ക് വന്നത്. നിങ്ങൾ തോറ്റുപോയവരെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് A+ കിട്ടാത്തവരെ കുറിച്ചോ B+ കിട്ടിയവരെ കുറിച്ചോ C+ കിട്ടിയവരെ കുറിച്ചോ ആലോചിക്കാറുണ്ടോ? കാരണം ഞാൻ എൻ്റെ ക്ലാസ് മുറിയുടെ അവസാന ബെഞ്ചിലിരിക്കുമ്പോൾ 1-ാം ബെഞ്ചിൽ മാർക്ക് കിട്ടുന്നവരെ ഞാൻ അസൂയയോടെ, ഒരുപക്ഷെ ഒരല്പം ദേഷ്യത്തോടെയൊക്കെ നോക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് 1-ാം സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരകൽച്ചയൊക്കെ ഇട്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളൊരു പ്രാധാന്യത്തോടു കൂടി അവരെ അത്രയെ ഗൗനിക്കാതെ പോയൊരു കാലമുണ്ട്. നമ്മൾ തോറ്റുപോയവരെ കുറിച്ചും ആലോചിക്കണം. തോറ്റുപോയവർക്കും വഴിയുണ്ട്. കാരണം എൻ്റെ ക്ലാസ്സിൽ തോറ്റുപോയ ആളുകൾ പിൽക്കാലത്ത് എന്നേക്കാൾ വലിയ നേട്ടത്തിൽ സമൂഹം അറിയുന്ന ആളുകളായി മാറിയ ഒരു യാഥാർത്ഥ്യത്തിനിടയിലാണ് ഒരു സിവിൽ സർവീസുകാരനായിട്ട് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ കണ്ണീറിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയില്ല, ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഉള്ളൊരു ചരിത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വലിയ വിജയമുണ്ടാകുന്നവർ പിന്നീട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടുള്ള വഴിയിലൂടെ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തെ ഏറ്റവും അവസാനത്തെ മൊമെന്റ് വരെ കൊണ്ടെത്തിക്കാൻ കഴിയുകയുള്ളൂ. തുടർന്നുള്ള വിജയ വഴികളിൽ കണ്ണീറിലൊന്നും വിശ്വസിക്കേണ്ട. എന്നിരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിജയത്തെ തോറ്റവരോടും കൂടി ഒരല്പം സഹാനുഭൂതി കാണിച്ച് അവരെയും നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അവരുടെ പരാജയത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള വഴി ഏതാണെന്ന് അവരെ സഹായിക്കുന്നതിനോടൊപ്പം ഇടയ്ക്കൊന്ന് തോറ്റുകൊടുക്കുന്നതും നല്ലതാണ്, ഇടയ്ക്ക് ഒരല്പം പരാജയം അറിയുന്നതും നല്ലതാണ്, ഇടയ്ക്ക് പരാജയത്തിനൊന്ന് തലവെച്ച് കൊടുക്കുന്നതും നല്ലതാണ്. കാരണം ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരമെന്ന് മലയാളത്തിലെ ഒരു മഹാനായ കവി തൻ്റെ കവിതയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയം തുടർന്നുള്ള വിജയങ്ങളിൽ നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.